ഹായ് ഫ്രണ്ട്സ് ടൂറോട്ട് എന്താ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു വെച്ച് എന്നെ ചിട്ടൻ അതെ എന്താ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചായിരുന്നു. അതെ അതിൽ പറയണ എന്ന് ഷോക്കായിരുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? ഇതിൻ്റെ മാരേജ് കഴിപ്പിച്ചാൽ അവർ ശരിയാവും. അതെ അവർക്ക് പിടിച്ചായിരുന്നു. ഇല്ല എൻ്റെ കുട്ടികൾ ബാക്കി വെക്കാൻ എന്ന് പറയായിരുന്നു. ഇത് കേട്ട് മൂന്ന് പേര് ടെക് കുക്കിൻ്റെ മമ്മി ഷോക്കായിരുന്നു. എന്താ നിങ്ങൾ മെയിൻ ടെക് കുക്കും മമ്മി ഷോക്കായിരുന്നു. നിങ്ങളെന്താ പറയുക? അവർക്ക് അവർക്ക് എന്താവട്ടെ അവർക്ക് പിടിച്ച അവർക്ക് 3 പേർക്ക് ഒരേ സാധനം ഇൻട്രസ്റ്റ്. അതേമാത്രം വേറെ ഇല്ല. അവളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതാ. ഇല്ല ഞങ്ങൾ പറയുന്നത് അവർ 3 പേരെ അനുസരിക്കില്ല. അതൊക്കെ വേറെ വഴിയില്ല. ഇവർ 3 പേർക്ക് അവളെ മാരേജ് കഴിക്കുക. നിങ്ങളെന്താ പറയുന്നത്? വേറെ വഴിയില്ലടി. പിന്നെ എന്താ ചെയ്യുക? ഇവർ 3 പേര് ട്രിബിൾസാണ്. അതെ ഇവർ 3 പേര് പിരിക്കാൻ പാടില്ല. എല്ലാം ഒക്കെ തിരക്കുക. ഒരു പെണ്ണ് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യുക? ഇല്ല ഇവർക്ക് 3 പേർക്ക് അവളെ മേലാണ് ഇൻട്രസ്റ്റ്. ഇപ്പം എന്ത് ചെയ്യാം? അതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് അച്ഛന് തലക്ക് കൈ വെക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അച്ഛനക്കും അമ്മയ്ക്കും അറിയും അവർ കണ്ടുക്കാത്ത മാതിരിക്കുക. ശരി അവർക്ക് ഇൻട്രസ്റ്റ് പോകാൻ നോക്കാം എന്ന് പറയായിരുന്നു. ഇപ്പം എങ്ങനെ അവർ പഠിച്ചിട്ട് ഇപ്പം അവർ തേർഡ് ഇയർക്ക് എത്തി. അതെ തേർഡ് ഇയർക്ക് എത്തിയായിരുന്നു. ഫ്രണ്ട്സോട് പറയായിരുന്നു മച്ചി ഇപ്പം തേർഡ് ഇയർക്ക. അതായത് അവർക്ക് പഠിപ്പിച്ച ഇനി ഫൈനൽ ഇയർ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഇനി അവരുടെ സംസാരിച്ച് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. 3 പേരെ ഹീറോയിൻ്റെ ക്യാബിനിൽ വന്ന് അവർക്ക് ക്യാബിന് വന്ന് ഇന്നായിരുന്നു. എങ്ങനെ ഹീറോയിനോട് കുറിച്ച് സംസാരിക്കുമെന്ന് വെച്ചായിരുന്നു. ഹലോ മോം. എന്താ മോൻ പറയുന്നത്? മോളെ പ്രിയ നീ ഇന്ത്യക്ക് വാ. എന്താ മോൻ പറയുന്നത്? ഇല്ല മോളെ നിനക്ക് മാരേജിൻ്റെ പ്ലാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് എൻഗേജ്മെൻ്റ് അതല്ലേ നെക്സ്റ്റ് മാരേജിൻ്റെ പ്ലാൻ. നീ 1 മന്ത് ലീവ് വാ. നിനക്ക് മാരേജ് ഇടി. എന്താ അമ്മ പറയുന്നത്? നിൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്ക് അവിടെ തന്നെ ടീച്ചറായിട്ടിരിക്കുക എന്ന് അമ്മ ഈ കാര്യം പറയായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. അയ്യോ അവനെ കുട്ടിയെന്ന് വെച്ചാൽ എനിക്കെന്താ വെച്ചാൽ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയും എന്ന് ഹീറോയി മനസ്സിലാക്കായിരുന്നു. ശരി അമ്മ എന്താ ചെയ്യണം? നീ വാ ഇന്ത്യക്ക് എന്ന് അമ്മ പറഞ്ഞായിരുന്നു. 1 മന്ത് ലീവ് എടുത്തോ എന്ന് പറയായിരുന്നു. ശരി അമ്മ എന്ന് ഹീറോയി സംസാരിക്കുന്ന 3 പേർക്ക് ഷോക്കൻ. അതെ ഹീറോയി സംസാരിക്കുന്ന കേട്ട 3 പേർക്ക് ഷോക്കൻ. അതെ 3 പേർക്ക് ഹീറോയിൻ്റെ ലാംഗ്വേജ് പഠിച്ചായിരുന്നു. 3 പേർക്ക് ഹീറോയിൻ ലവ് ആണല്ലേ. ഹീറോയി എന്ത് സംസാരിക്കുന്നത്? മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഹീറോയിൻ മലയാളത്തിലാണ് സംസാരിച്ചത്. അത് അവർക്ക് മലയാളം ഓൾറെഡി പഠിച്ചായിരുന്നു. അവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഏത് ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കാം. അത് അവർക്ക് ഷോക്കായിരുന്നു 3 പേര്. അതേടാ കേട്ടു എന്ന് പറയുന്നു. ശരി ഞാൻ കേട്ട് നോക്കിയിട്ട് പിന്നെ പറയാം. എപ്പോൾ വെക്കുന്നത് പറയാം. ശരി എന്ന് പറഞ്ഞു ഹീറോയിൻ പ്രിൻസിപ്പളോട് സംസാരിക്കാൻ വന്നായിരുന്നു. സാർ എന്ന് പറയുന്നു. ഒരു 3 പേര് പ്ലാൻ ഉണ്ടായിരുന്നു. ശരി ഓക്കെ സാർ എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് 3 പേര് പ്രിൻസിപ്പലോട് സംസാരിക്കണം എന്ന് 3 പേര് കോൾ ചെയ്ത് പറയുന്നത്. ഹീറോയിനോട് പ്രിൻസിപ്പൽ സംസാരിക്കായിരുന്നു. ഒരു മിനിറ്റ് കോൾ. ഹലോ എന്താ? പ്രിൻസിപ്പലിനോട് ഒരു കാര്യം പറഞ്ഞു. ശരി ഓക്കെ പറയാൻ എൻ്റെ വിഷമം എന്നാ? സാർ 1 മന്ത് ലീവാണ് സാർ. പ്ലീസ് സാർ 1 മന്ത് ലീവാ. ശരിമ്മാ ലീവ് എടുത്തോ. ശരി പിന്നെ വരുന്ന കൊടുക്ക് എന്ന് പറയായിരുന്നു. ശരി സാർ എന്ന് പറയായിരുന്നു. അങ്ങനെ 1 മന്ത് ലീവ് എടുത്തു അവർ ഹീറോയി പോകുന്ന പ്ലേസ് പ്രിൻസിപ്പൽ ഹീറോയിൻ്റെ ഫ്ലൈസ് ഹീറോയെ ഇവിടുന്ന് വന്ന് ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൻ്റെ അത് 3 പേർക്ക് അയച്ചായിരുന്നു. ശരി ഫുള്ള് അതുമാത്രമല്ല ഹീറോയുടെ നമ്പർ ഓൾറെഡി കിട്ടിയായിരുന്നു. അതെ സീക്രട്ട് ഇന്ത്യൻ നമ്പറും കിട്ടിയായിരുന്നു. അതെ കൊറിയൻ നമ്പർ. അവർക്ക് 3 പേർക്ക് ഹീറോയിൻ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു. അതെ ഹീറോയിൻ മാരേജ് ചെയ്യിക്കാൻ പോകുന്നു. ചെക്കൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ഹീറോയിൻ മാരേജ് ചെയ്യിക്കാൻ പോകുന്നു എന്ന് പറയായിരുന്നു. ചെക്കൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ഫോൺ ഹാക്കിങ് ചെയ്തു. അതായത് ആരാ ചെക്കൻ നോക്കിയത്? അതിൽ ജംഗോ ഹാക്കറാണ്. ഹാക്കിങ്ങിൽ നല്ല ടാലൻറ്റുള്ളൂ. ജംഗോ ഹാക്ക് ചെയ്യും. അവൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഹാക്കിങ് ചെയ്ത് നോക്കിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അതിൽ ഫുൾ ഹാക്ക് ചെയ്തു. ആരാ ചെക്കൻ ഫുൾ ചെക്കൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടി. ജംഗൊക്കെ പറയായിരുന്നു എനിക്ക് കിട്ടി. ഇവൻ എവിടേക്കല്ല പോയിന് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ജംഗൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ സീനിയർ ഫ്രണ്ട്. അതെ ചേട്ടൻ മതി. സീനിയർ ഫ്രണ്ട് വന്ന് പറയായിരുന്നു. അവൻ്റെ പേര് പറഞ്ഞായിരുന്നു. ഇവൻ എൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഇവനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പേര് എന്താ പറയുക ലില്ലി.
ഓ ലില്ലിനെ വിളിച്ചായിരുന്നു. ലില്ലി പറയായിരുന്നു അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇവിടേക്കല്ലേ അവൻ പോയിന്, അങ്ങനെ ഏതെല്ലാം ഹോട്ടലിലേക്ക് പോയിന്, എവിടെയെല്ലാം ഹോട്ടലിൽ പോയിന്, അവിടെ എല്ലാം ക്യാമറ എല്ലാം ഹാക്കിങ് ചെയ്ത് അതിൽ ഫുൾ കേട്ടായിരുന്നു. അവർക്ക് ഫോൺ ചെയ്ത് അവർ ഫുള്ള് അയച്ചായിരുന്നു. അത് ഫുൾ കിട്ടി. ശരി, എനിക്ക് വെച്ചിട്ടുണ്ടോ ആപ്പ്. ലില്ലി പറയായിരുന്നു, സാർ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫയൽ തരാം. ലില്ലിയുടെ മൊത്തം പറയായിരുന്നു. ലില്ലി ശരി സാർ, അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വീഡിയോ ചെയ്ത് ലില്ലി കൊടുത്തായിരുന്നു. ശരി ഓക്കെ. അങ്ങനായിട്ട് 3 പേര് ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയൊക്കെ വന്നു. ഹീറോയിൻ്റെ മാരേജ് അവിടെ തബട മാരേജ് നടക്കാൻ പോകുന്നതായിരുന്നു. ഹീറോയിൻ മാരേജിന് മൂന്നാണ് മുമ്പ് വന്നെത്തിയായിരുന്നു. അല്ല, കുറേ നാൾ കഴിഞ്ഞിട്ട് എത്തിയായിരുന്നു. ഇപ്പം ഇനി 3 നാളും എൻ്റെ മാരേജൊക്കെ ഇനി രാവിലെ മാരേജ് പറയുന്നു. അവർ വരുമ്പോൾ കുറച്ച് ലേറ്റായിരുന്നു. രാവിലെ മാരേജ്. ഇത് കേട്ട് അവർക്ക് ഷോക്കായിരുന്നു. ശരി, അതൊക്കെ ഞങ്ങൾ പ്ലാൻ വെക്കാം എന്നെ പറഞ്ഞ് അവർ ചിരിച്ചിട്ട് അവിടെ ഇരുന്നായിരുന്നു. അങ്ങനെ ഫ്ലാറ്റിൽ അവർ താമസിച്ചായിരുന്നു. അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട്സും വന്നായിരുന്നു. അവർ ഇരുന്നിട്ട് സംസാരിക്കുമായിരുന്നു. മാരേജ് എടുക്കാൻ പോകുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റും ഇല്ല. ഇവൻ്റെ മാരേജ് ജയിക്കുന്നതിന് വേറെ ആരും മാരേജ് ജയിക്കുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കൊടുപ്പായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഒരുപാട് ടെൻഷൻ. അങ്ങനെ ഹീറോയിൻ മാരേജ് കഴിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ കല്യാണ പെണ്ണ് റെഡി ആയിട്ട് വരാൻ പറയാം. അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് കല്യാണ പെണ്ണ് റെഡിയായി വന്നായിരുന്നു. അങ്ങനെ മണ്ഡപത്തിലേക്ക് നടന്നുകൊണ്ട് വരാണ് പോകുന്നത് ഹീറോയിൻ. അങ്ങനെ സ്റ്റോപ്പ് എന്ന് പറയായിരുന്നു. ഒരു വോയിസ് മൈക്കേൽ പിടിച്ചിട്ട് ഒരാൾ പറയായിരുന്നു. പോലീസുകാരായിരുന്നു. സ്റ്റോപ്പ്, ഈ മാരേജ് നടക്കാൻ പാടില്ല എന്ന് പറയാം. ക്രിമിനലിനെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ, ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറയായിരുന്നു. അത് കേട്ട് എല്ലാവർക്കും ഷോക്കായിരുന്നു. എന്താ ക്രിമിനലാണോ? അതായത് ഇവന് മേലെ നിറയെ കേസുണ്ടോ? അതുമാത്രമല്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചായിരുന്നു. അതെ ഇവരെ തേടിയ അത് 2 പോലീസ്, കൊറിയൻ പോലീസും ഇന്ത്യൻ പോലീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ മേലെ കേസുണ്ട്, ഇവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയായിരുന്നു. അവൻ മേലെ കേസുണ്ടായിരുന്നു. കൊറിയൻ പോലീസ് ഇന്ത്യൻ പോലീസോട് പറയായിരുന്നു ഇവൻ മേലെ തൊഴിലുണ്ടോ, ഇവൻ തണോന്നു. ഇനി കൊറിയൻ പോലീസ് മറട്ടായിരുന്നു. അവൻ്റെ പേടിച്ച് സാർ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ഫുള്ള് ഏതെല്ലാം എടുത്ത് കൊറിയനെ വിളിച്ചുകൊണ്ട് പോയി. അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇന്ത്യയിലുള്ള പ്രശ്നം സോൾവ് ആയി കൊറിയന് പോയി. അങ്ങനെ കൊറിയയിൽ അവനെ കൊറിയക്ക് ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോകാൻ പോയിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു, ഇടി പോയായിരുന്നു. അയ്യോ എന്താണ് നടക്കുന്ന, ഹീറോയ്ക്ക് കിളി പോയി.